തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്തുക എന്നത് CPIM-ന്റെ അഭിമാന പ്രശ്നമാകുമ്പോൾ പിടിച്ചെടുക്കാൻ എല്ലാ തന്ത്രവും പയറ്റി BJP രംഗത്തുണ്ട്. നില മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. 100-ൽ നിന്ന് ആകെ സീറ്റുകളുടെ എണ്ണം 101 ഉയർത്തി. കോർപ്പറേഷനിൽ സംവരണ സീറ്റുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. മേയർ ആര്യ രാജേന്ദ്രൻ മത്സരരംഗത്ത് ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്ഥാപനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് മുന്നണികൾ. LDF-ഉം BJP-യും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കോർപ്പറേഷൻ. നിലവിൽ 100 സീറ്റിൽ 55-ൽ LDF-ഉം 34-ൽ BJP-യും 11 സീറ്റിൽ UDF-ഉമാണ് കക്ഷിനില. ഇത്തവണ വാർഡുകളുടെ എണ്ണം 101 ഉയർന്നു. ഇതിൽ 51 സീറ്റ് വനിതാ സംവരണമാണ്. 5 പട്ടികജാതി സ്ത്രീ സംവരണ വാർഡുകളും 4 പട്ടികജാതി സംവരണ വാർഡുകളുമുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് മുന്നണികൾ കടന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ ചരിത്രത്തിന്റെ ഭാഗമായ ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. മേയർ ആര്യ രാജേന്ദ്രന്റെ വാർഡ് ജനറൽ വാർഡായി മാറി. മുൻ ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ SP ദീപകിന്റെ പേരിനാണ് മേയർ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന. ഏരിയ സെക്രട്ടറിമാർ മത്സരരംഗത്ത് വന്നാൽ വഞ്ചിയൂർ ബാബു, ജയിൽകുമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും പരിഗണിക്കപ്പെട്ടേക്കും. അഴിമതിക്കെതിരായിട്ടുള്ള ഒരു തുറന്ന യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന നിരവധി കാര്യങ്ങൾ ചെയ്യാനും ഈ നഗരസഭയ്ക്കായി എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളൊരു ചിട്ടയായ സംഘടനാ പ്രവർത്തനം നടത്തി വരികയാണ്. ആ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്തുകയല്ല, കൂടുതൽ സീറ്റുകൾ നേടി നമുക്ക് ജയിച്ചു വരാൻ കഴിയുന്ന തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾ നടത്തി വരികയാണ്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കോർപ്പറേഷൻ പിടിക്കാനുള്ള BJP നീക്കങ്ങൾ. നിലവിലെ BJP കൗൺസിലർമാരിൽ ഭൂരിഭാഗം പേരും മത്സരരംഗത്തുണ്ടാകും. ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു, CPM പ്രവർത്തകർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നു, ഇത് വലിയൊരു മാറ്റം വരണം. ഞങ്ങൾ വാക്കു തരുന്നു തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ നഗരമാക്കി നമ്മുടെ നഗരത്തെ മാറ്റും. ഈ നഗരത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ. പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ട് 5 വർഷവും ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയുണ്ട്. കഴിഞ്ഞ 2 ടേമിലും മോശം പ്രകടനമായിരുന്നു UDF-ന്റേത്. ഇത്തവണ അതിൽ മാറ്റമുണ്ടാക്കാൻ തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ്. തന്ത്രങ്ങൾ മെനഞ്ഞ് കനകോലു ടീമും പാർട്ടിക്ക് വേണ്ടി രംഗത്തുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്. അതിന് വേണ്ടുന്നുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസിൻ്റെ സീനിയർ നേതാവ് ശ്രീ K മുരളീധരനാണ് കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. 8 സെക്ടറുകളായിട്ട് വിഭജിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 101 വാർഡുകളെ 8 സെക്ടറുകളായിട്ട് വിഭജിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ ചുമതല കൊടുത്തിട്ടുണ്ട്. കോർപ്പറേഷന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് മുഴുവൻ സമയവും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സമയം ഇപ്പോൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യ ചെയ്ത കൗൺസിലർ തിരുമല അനിലിന്റെ വിഷയം BJP-ക്കെതിരെയും കൈക്കൂലി ചോദിച്ച് രാജിവെക്കേണ്ടി വന്ന മുട്ടത്തറ വാർഡ് കൗൺസിലർ B രാജേന്ദ്രൻ LDF-നെതിരെയും പ്രചാരണ ആയുധമായേക്കും. നിലവിലെ മേയർ ആര്യ രാജേന്ദ്രന് ഇനിയൊരു അവസരം കിട്ടാൻ സാധ്യത കുറവാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലെ കോർപ്പറേഷന്റെ വികസന നേട്ടങ്ങൾ തന്നെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF പ്രചാരണായുധമാക്കുക. അതേസമയം കോർപ്പറേഷൻ നടപ്പാക്കിയ പദ്ധതികളിലെ കേന്ദ്രവിഹിതം BJP-യും പ്രചാരണായുധമാക്കും. കനകൂലുവിന്റെ പ്രചാരണ തന്ത്രങ്ങളുമായി കോൺഗ്രസും കളം പിടിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.